ഹലോ, ഇറ്റ്സ് മീ ബിലാൽ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് നമ്മളെ ഗോഡൗണിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഗോഡൗൺ. നമുക്ക് നാളെ അത്യാവശ്യം നല്ലൊരു വർക്ക് പത്തനംതിട്ട ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാവിലെ തന്നെ എണീച്ച് ലോഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ലോഡിംഗ് ആയിട്ടുള്ള സ്റ്റാഫ്സും ഡ്രൈവേഴ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ലോഡിങ്ങും കാര്യങ്ങളെല്ലാം അത്യാവശ്യം കഴിഞ്ഞു. വണ്ടി ഏകദേശം ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും 3 വണ്ടികളിലായിട്ട് ഫില്ല് ചെയ്ത് വർക്ക് സൈറ്റിലോട്ട് പോവുകയാണ്. 4-4:30 ആയപ്പോൾ തന്നെ നമ്മൾ വർക്ക് സൈറ്റിലെത്തി. എത്തിയ ഉടനെ ലോഡിങ് കാര്യങ്ങളെല്ലാം ഇറക്കി. പിറ്റേ ദിവസമാണ് നമുക്ക് വർക്കിനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മളവിടെ സെറ്റ് ചെയ്ത്. പിറ്റേ ദിവസം ചർച്ചിൽ വെച്ചായിരുന്നു മാരേജ് ഇടുന്നത്. ബ്രൈഡ് ആൻഡ് ഗ്രൂം വന്നു, അച്ഛൻ വന്നു, ഒരു വീട്ടുകാർ വന്നു. മാരേജ് അവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ ശ്രദ്ധ നേരെ പോകുന്നത് ഓഡിറ്റോറിയത്തിലോട്ടാണ്. ആദ്യം സ്റ്റാർട്ടിംഗ് ആയിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മളെ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഡൈനിങ് ഹാളിലോട്ട്. ഡൈനിങ് ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഡൈനിങ് ഹാള്. കണ്ടാൽ തന്നെ കണ്ണ് ചിമ്മാതെ നമ്മളും നോക്കിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മളവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫുഡിൻ്റെ കേസായാലും ശരി, കൗണ്ടറായാലും സ്റ്റേജ് ആയാലും പലവിധ ഡെക്കറേഷനിൽ പ്രീമിയം ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 നിലയിലായിട്ടാണ് ഫുഡ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. 1200 പേർക്കുള്ള ഫുഡാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂമൊക്കെ വന്ന എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി എൻട്രി ആയിരുന്നു. ഓവറോൾ എല്ലാത്തിലും ഒരു റിച്ച് ലുക്ക് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, സലാഡ് കൗണ്ടർ, ഡെസേർട്ട്, സൂപ്പ്, നോൺ വെജ്, വെജ് ഐറ്റം, നാടൻ ഐറ്റം, എല്ലാവിധ ഐറ്റങ്ങളും നമ്മൾ ഈ പരിപാടിക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്.